നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിഭാവനമായ ഈ രാത്രി സത്യപ്രകാശ പ്രചുരുമയാൽ അങ്ങ് പ്രഭാപൂരിതമാക്കിയല്ലോ. ഭൂമിയിൽ അവിടുത്തെ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ അറിഞ്ഞ ഞങ്ങൾ സ്വർഗത്തിൽ അവിടുത്തെ സന്തോഷത്തിലും നിർവൃതി അടിയുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നിന്ന്: എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് ചേർത്ത് എഴുതപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരേനിയോസ് സിറിയയിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കുവാനായി ഓരോരുത്തരും താങ്കളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായതിനാൽ പേരെഴുതുന്നതിനായി ഗലീലിയിലെ പട്ടണമായ നസ്രസിൽ നിന്ന് യൂദയായിലെ ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടും കൂടി യാത്രയായി. അവിടെയായിരുന്നപ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊഴുത്തിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചിരുന്നില്ല. ആ പ്രദേശത്തിലെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂത് അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ ഏറെ ഭയപ്പെട്ടു.
ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങളുടെ അടയാളം. പിള്ള കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊഴുത്തിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനവും. കർത്താവിന്റെ സുവിശേഷം. നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യട്ടെ. പാപങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കുഞ്ഞായിട്ട് മാറിയ, ആരും തന്നെ കാണരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സിക്കമോർ മരത്തിൽ ഒളിച്ചിരുന്ന ഒരു ടാക്സ് കളക്ടറിനെ താഴെ ഇറക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു, നീയും അബ്രഹാമിന്റെ പുത്രനാണ്, നീ എന്തിനാണ് ഒളിച്ചിരിക്കുന്നത്? നീ ചുറ്റും നോക്കുക, ഇവിടെ പാപികളല്ലാത്തവരായിട്ട് ആരുമില്ല, ഒരുപക്ഷെ ഞാൻ ഒഴികെ. അതുകൊണ്ട് തന്നെ അധികാരത്തിന്റെ ആ മൂർച്ഛന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, നീയും അബ്രഹാമിന്റെ പുത്രനാണ്. നീ ആരെയാണ് ഭയപ്പെടേണ്ടത്? നീ ആരെയും ഭയപ്പെടേണ്ടതുള്ള, ആരുടെയും വീട്ടുവകയല്ല അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി. നീയും അബ്രഹാമിന്റെ പുത്രനാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിനക്ക് ചെയ്തിരിക്കുന്ന ഉത്തരവാദിത്വം മാന്യമായിട്ട് പകൽ വെളിച്ചത്തിൽ നീ അത് ചെയ്യുക. അപ്പോൾ നിനക്ക് ഒരിക്കലും ഒളിക്കേണ്ടതായിട്ട് വരികയില്ല. മനസ്സിലാക്കിയ വ്യക്തി സക്കേവൂസ് ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, പിതാവേ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, എങ്കിലും ഇന്നിതാ ഞാൻ മനസ്തപിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ സമ്പാദിച്ചതിന്റെ 4 ഇരട്ടിയായിട്ട് ഇവിടെയുള്ള ഓരോരുത്തർക്കും ഞാൻ തിരിച്ചു നൽകും. അങ്ങനെ വിപ്ലവത്തിന്റെ കഥകൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ ലോകത്ത് മാറ്റി നിർത്തിയവരെ നെഞ്ചോട് ചേർത്ത ഒരു വിപ്ലവകാരി. നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ മാതാപിതാക്കന്മാർക്കെതിരെ ചില മക്കളുകളും വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മാതാപിതാക്കന്മാരോട് ബഹുമാനം കാണിക്കാത്തത് ഒരു വിപ്ലവമല്ല, അത് ധിക്കാരമാണ്. മാതാപിതാക്കന്മാരെ അകറ്റി നിർത്തിക്കൊണ്ട് തോന്നിവാസം കാണിക്കുന്നത് അത് വിപ്ലവമല്ല, അത് അഹങ്കാരവും വീഴ്ചയുടെ ആധിപത്യവുമാണ്. മക്കളെന്ന് പറയുമ്പോൾ നിലത്ത് നിൽക്കാൻ പഠിക്കണം. മക്കളെന്ന് പറയുമ്പോൾ അപ്പനും അമ്മയും പറഞ്ഞനുസരിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നുണ്ട്, അപ്പനും അമ്മയും കുറച്ച് ഓണം കൂടുതൽ ഉണ്ടവരാണ്. അർത്ഥം എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഇന്ന് കടന്നു പോകുന്ന എക്സ്പീരിയൻസിലൂടെയൊക്കെ കടന്നു പോയതാണ്. അതുകൊണ്ട് എൻ്റെ മക്കൾ ഈ ഒരു പരിധിയിലേക്ക് വീഴരുത്, ആ ഒരു അബദ്ധം എൻ്റെ മക്കൾക്ക് പറ്റരുത് എന്ന് പറയുമ്പോൾ മക്കൾക്ക് അത് ഇഷ്ടപ്പെടാതെ വരുന്നു. അപ്പോൾ ചില മക്കൾ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നു. അവർ ഈ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് അതിന്റെ പീക്കിലേക്ക് പോകുമ്പോൾ അവരെത്തിച്ചേരുന്നത് മൊറാലിറ്റിയുടെ അധിനിവേശം കാണിച്ചുകൊണ്ടാണ്. അതിനപ്പുറമായിട്ട് അവർ തോന്നിവാസങ്ങളും താന്തോന്നി തരങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ്. നമ്മുടെ ഭാവങ്ങളിൽ വ്യത്യാസമുണ്ടാകും, നോട്ടങ്ങളിൽ വ്യത്യാസമുണ്ടാകും, ചിന്തകളിൽ വ്യത്യാസമുണ്ടാകും, ആകാര ഭംഗികളിൽ വ്യത്യാസമുണ്ടാകും. നമ്മുടെ സൗന്ദര്യം നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, സമൂഹത്തോടുള്ള സ്നേഹത്തിൽ, പ്രതിബദ്ധതയിൽ ഈ ഭൂമിയിൽ സൗന്ദര്യത്തിന് മറ്റൊരു അർത്ഥം കൊടുത്ത ദൈവപുത്രന്റെ കഥയാണ് ക്രിസ്മസ്. ക്രിസ്തു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ണീശോയെ, അങ്ങയുടെ പിറവി തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങൾ ആ വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഉൾക്കൊള്ളുവാനും അങ്ങനെ തീക്ഷ്ണതയുള്ളവരായി വിശദീകരിക്കപ്പെട്ട ജീവിതം നയിക്കുവാനും കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
സഹോദരരുടെയും നിങ്ങളുടെയും പേരിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്താ ജഗൽപൂജിതനേ, ക്രിസ്തുനാഥൻ വഴിയെങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. ആയുധയുദ്ധവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽപിതാവേ. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവിനാൽ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അത് ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവർ നെഞ്ചുകൊടുക്കപ്പെട്ട രാത്രിയിൽ സ്വമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അവിടുന്ന് കൽപ്പിച്ചരുളി. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാൻ ഇരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അവിടുന്ന് കൽപ്പിച്ചരുളി. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. കർത്താവിന്റെ സമാധാനം എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റവും ചിരിക്കുന്ന, ഏറ്റവും സന്തോഷിക്കുന്ന മുഖത്തോടു കൂടി പരസ്പരം സമാധാനം ആശംസിക്കാം. മാറട്ടെ എന്ന പരിശുദ്ധ കത്തോലിക്ക സഭയുടെ നാമത്തിൽ നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ ക്രിസ്മസ് വരാനിരിക്കുന്ന വർഷം 2025 എല്ലാം ഒരു പ്രത്യേക അനുഭവമായിട്ട് ക്രിസ്തീയ സാക്ഷികളായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്കിന്ന് തുടക്കം കുറിക്കാം. അവിടുത്തെ രക്ഷകനായ ഈശോയുടെ തിരുപ്പിറവിയുടെ മഹത്തായ സന്തോഷം ആട്ടിടയന്മാരെ അറിയിക്കുവാൻ തിരുമനസ്സായ ദൈവം അവിടുത്തെ സന്തോഷം, അവിടുത്തെ തിരുപ്പിറവിയിൽ ആഹ്ലാദിക്കുവാൻ നിങ്ങളുടെ മാനസങ്ങളെ തയ്യാറാക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുത്തെ മനുഷ്യാവതാരം വഴി ഭൂമിയിലും സ്വർഗത്തിലും ചേർത്തിണക്കിയ ദൈവം നിങ്ങളെ തന്റെ സമാധാനത്തിന്റെ കരസ്പർശനത്താൽ എങ്ങും നിറക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളിൽ വന്നണയുകയും നിത്യം നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. എല്ലാവർക്കും ഒരിക്കൽ കൂടി മെറി ക്രിസ്മസ്. God bless you all.